ഈ നിരതെറ്റിയ പല്ലുകൾ റെഡിയാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പല്ല് മാത്രമല്ല ചിലപ്പം അത് കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ പല്ലിന് മാത്രമായിരിക്കില്ല ചേഞ്ചസ് വന്നിട്ടുണ്ടാവും. അവരുടെ ടോട്ടൽ ഫേസ് സ്ട്രക്ചർ ഒക്കെ കംപ്ലീറ്റ് മാറിയിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഈ പേഷ്യന്റിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവർ വരുന്ന സമയത്ത് ഇതിൽ നമുക്ക് എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റും. പല്ല് മാത്രമല്ല അവരുടെ മോണ ഉൾപ്പെടെ പുറത്തേക്ക് കാണാം. അപ്പൊ അതിന് നമ്മൾ കമ്പി ഇടുന്നതിനോടൊപ്പം നമ്മളൊരു ചെറിയ മിനി ഇംപ്ലാന്റ്സ് എന്ന് പറയുന്നത് മോണയിലേക്ക് ഘടിപ്പിച്ചിട്ട് അതിലേക്കും കൂടെ ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ശരിക്ക് ഈ മോണ ഉൾപ്പെടെ ഉള്ളോട്ട് പോകുന്നത്. അപ്പോഴാണ് നമുക്ക് വലിയൊരു ലാർജ് ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും. ആഫ്റ്ററിൽ ഇപ്പൊ ഈ പേഷ്യന്റിന്റെ ആഫ്റ്റർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ കാണാം ഇതിൽ ഇത്രയും ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അത് ഇതേപോലെ ഈ മോണ ഉൾപ്പെടെ ഉള്ളോട്ട് പോകുന്നതിനെ കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സ്മൈൽ കറക്ഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ ഇതേപോലത്തെ കേസസിൽ പല്ല് മാത്രമല്ല ശരിക്ക് ചേഞ്ചസ് വരിക, അതിനോടൊപ്പം തന്നെ മോണ ഉൾപ്പെടെ ചേഞ്ച് ആയിട്ട് അവരുടെ ടോട്ടൽ ഫേസിന്റെ സ്ട്രക്ചർ ഒക്കെ മാറിയിട്ടുണ്ടാവും. ഇതേപോലെ പ്രയാസം അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിനിക്കിൽ ഒന്ന് കൺസൾട്ട് ചെയ്താൽ നോക്കിയിട്ട് നമുക്ക് എന്താണ് അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് എന്നുള്ളത് ആദ്യം നോക്കാം. അപ്പോൾ ചില കേസസ് നമുക്ക് ഡയറക്റ്റ്ലി പല്ലിന് കമ്പിടാൻ പറ്റുന്നതായിരിക്കില്ല. ചിലത് നമുക്ക് അതിന്റെ കൂടെ ഓർത്തോ കറക്ഷൻസിന്റെ കൂടെ തന്നെ സ്കിൽ കറക്ഷൻസ് ആവശ്യമായിട്ട് വരും. അപ്പൊ ഇങ്ങനെ ഏതാണ് വേണ്ടതെന്നുള്ളതും കൂടെ നോക്കിയിട്ട് വേണം നമുക്ക് ശരിക്കും ഡിസൈഡ് ചെയ്യാം. കൺസൾട്ട് ചെയ്തതിനു ശേഷം നമുക്ക് തീരുമാനിക്കാം.